ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ചേട്ടാ എന്താ ചേട്ടന് പറയാനുള്ള പ്രശ്നം എന്താണ് ചേട്ടാ? ഞാൻ ഒരു കർഷകനാണ്. കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. ഭാരതീയ ജനതാ പാർട്ടി കർഷക മോർച്ചയുടെ ഉപാധ്യക്ഷനാണ്. ഓക്കെ. ഇത് എനിക്ക് പറയാനുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടനാട് കർഷകർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വളരെ വളരെ ഭയാനകമാണ്. ഇത് ഞങ്ങളുടെ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ബഡ്ജറ്റിൽ 1 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുകയും അത് പണി ആരംഭിക്കുകയും ചെയ്തു. പണി ആരംഭിച്ച് 80 ലക്ഷം രൂപ മുടക്കി ഇട്ടിട്ട് ബാക്കി പണി ഇവിടെ തുടങ്ങാതെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ വന്ന മിഷനറി സാധനങ്ങൾ മൊത്തം ഇവിടുന്ന് പ്രൈവറ്റ് മില്ലുകാർക്ക് കൊടുക്കുകയും ഇപ്പൊ ഈ മില്ലിന്റെ സ്ഥിതി ഈ നശിച്ച നാറാണക്കല മേളി വരെ മരം പിടിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ സർക്കാർ കൃഷിക്കാരെ ആവർത്തിച്ച് പറഞ്ഞ് ഞങ്ങൾക്കൊരു മില്ല് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് 2 കൃഷി തുടർച്ചയായിട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മില്ല് വന്നു കഴിഞ്ഞാൽ ഇത് കുത്തി അരിയാക്കി വെയർഹൗസിൽ വെച്ച് റേഷൻ വിതരണം ചെയ്യുക, അതാണ് ലക്ഷ്യം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ല് വന്നു കഴിഞ്ഞാൽ 48 കൃഷിക്കാരുടെ പൈസ കിട്ടണം. 48 മണിക്കൂറിന്റെ ആവശ്യമില്ല. പ്രധാനപ്പെട്ട ബാങ്കുകൾ കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ശാഖ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ PRS അടിച്ച് ചെന്ന് കഴിഞ്ഞാൽ 24 മണിക്കൂർ അവരുടെ അക്കൗണ്ടിൽ പൈസ വരും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം, ഇപ്പോൾ ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് PRS കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ ചെയ്തിരിക്കുന്ന മൊത്തം ഇംഗ്ലീഷിലാണ്. അത് 16 ഒപ്പിട്ട് കൊടുക്കണം. അത് മലയാളത്തിൽ പോലും അവർ വായിക്കുന്നില്ല, അവർ ചെന്ന് ഒപ്പിട്ട് കൊടുക്കും. അതിന് എന്തെല്ലാം അതിൻ്റെ അടങ്ങിയിരിക്കുന്നത് അവർക്കറിയാൻ മേല. അത് ഇംഗ്ലീഷിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ എന്ന് പറയുക കൃഷിക്കാരെ ക്രൂരമായി വഞ്ചിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ മില്ല് ഇവിടെ പിണറായി സർക്കാർ അട്ടിമറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി ശരി ശരി. നയനാർ സർക്കാർ കൊണ്ടുവന്ന മില്ല്, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന മില്ല് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ശരി ശരി ശരി. അല്ല അതുകൊണ്ട് എന്താണ് ഈ അവർക്ക് പ്രയോജനം എന്താണ്? അവർക്ക് പ്രയോജനം വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മില്ലുകാർക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലുകാരുടെ വൻ തുക ഇലക്ഷൻ ഫണ്ട് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇലക്ഷൻ ഫണ്ട് മേടിച്ചിട്ട് അവര് മില്ലുകാർ ഞങ്ങളെ ഏത് രീതി മുതലെടുക്കുമെന്ന് ചോദിച്ചപ്പം അത് കൃഷിമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് മില്ലുകാരുടെ ഈടാക്കിക്കുകയുള്ളതാണ് പറഞ്ഞു. ഇപ്പോഴും പുള്ളിക്കാരൻ നിൽക്കുക ഇലക്ഷന്. ഇവിടുത്തെ കൃഷിക്കാർക്ക് കൃഷിമന്ത്രി ആരാന്ന് പോലും അറിയാൻ പറ്റില്ല. അദ്ദേഹം പല ആവർത്തി ഇവിടെ കൃഷിക്കാർ പറഞ്ഞിട്ടുണ്ട് കൃഷിമന്ത്രി ഒന്ന് വന്ന് കാണണമെന്ന്. പ്രസാദ് എന്ന് പറഞ്ഞ ആള്, സുനിൽകുമാർ എന്ന് പറഞ്ഞ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഈ മില്ല് വന്ന് കണ്ടിരുന്നു. പ്രസാദ് എന്ന് പറഞ്ഞ ആൾക്ക് കൃഷി എന്തുവാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം മുല്ലപ്പൂ കൃഷി ചെയ്യണമെന്നുള്ള ആ രീതിയിലാണ് പോകുന്നത്.